നമ്മുടെ ഇന്നത്തെ യാത്ര അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഗുണ്ടൽപേട്ട് എന്ന കർണാടകത്തിലെ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. അടിപൊളിയാ. ഗുണ്ടൽപേട്ടിലേക്കുള്ള ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് മാനന്തവാടിയിൽ നിന്നുമാണ്. രാവിലെ നമ്മൾ മാനന്തവാടിയിൽ നിന്നും നമ്മുടെ സ്വകാര്യ വാഹനത്തിൽ ഗുണ്ടൽപേട്ടിലേക്ക് പോകുകയാണ്. പോകുന്ന വഴി മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ കാടിനുള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുത്തങ്ങ വനത്തിനുള്ളിൽ കൂടി കടന്നു പോകുമ്പോൾ യാത്രയിലുടനീളം വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത് ഒരു കാട്ടുപോത്തിനെയാണ്. നമ്മൾ കാട്ടുപോത്തെന്നും കാട്ടി എന്നും വിളിക്കും. അവനങ്ങനെ നിന്ന് പുല്ല് തിന്നുന്ന കാഴ്ചയെ കാണുന്നത്. അവൻ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓടേണ്ട വരും. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഗോപാൽ സ്വാമി ഇച്ചായ, നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഗോപാൽ സ്വാമി ഹിൽസ്. അവിടെ എന്താ ഉള്ള? അവിടെ പച്ചക്കറിയാന്ന് തോന്നുന്നല്ലേ? പച്ചക്കറി പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നത്. മൊത്തം മലയാളീസ് ആട്ടോ. ഇവിടെ ഫുള്ള് മലയാളീസ് വന്നിട്ട് മലയാളിയേ ഉള്ളൂ ഇത് കാണാൻ. ഗോപാൽ സ്വാമി ഹിൽസ്. ഗോപാൽ സ്വാമി ഹിൽസോ? അവിടെ എന്നാ ഉള്ള? 5 കിലോമീറ്റർ പച്ചക്കറി പൂക്കൃഷി എല്ലാം ഉണ്ട്. ആണോ? മിസ്റ്റർ കേരള. യെസ്. നമ്മളീ പോകുന്ന വഴി മുഴുവൻ 2 സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് സൂര്യകാന്തി പാടങ്ങളും ചെണ്ടുമല്ലിപ്പൂക്കളുടെ പാടങ്ങളും ഒക്കെ കാണുവാൻ വന്ന ആളുകളാണ്. 90% മലയാളീസാണ്. KL വണ്ടികൾ മാത്രമേ ഈ റോഡരികിലുള്ളൂ. വളരെ കുറച്ച് മാത്രമേ അന്യ സംസ്ഥാനത്തു നിന്നുള്ള വണ്ടികളുള്ളൂ. ഇവിടെ നിറയെ ചെണ്ടുമല്ലിപ്പൂവ് നിലക്കടലയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ റോഡ് സൈഡിൽ കൂടെ. ഇതുണ്ടോ? ഇത് നമ്മുടെ നിലക്കടല, നല്ല പച്ച നിലക്കടലയാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്. ഇതുണ്ടോ സൂര്യകാന്തിപ്പാടം? അങ്ങ് കണ്ണെത്താ ദൂരത്ത് കണ്ടോ? പടർന്ന് കിടക്കുമോ ഇങ്ങനെ. എന്ത് മനോഹരമായ കാഴ്ച നോക്കി. ഇവിടുത്തെ സൂര്യകാന്തി പാടങ്ങൾ കാണുവാൻ നല്ല ഭംഗിയാണ്. മഞ്ഞ പട്ടു വിരിച്ച പോലെ കണ്ടെത്താ ദൂരത്ത് ഇങ്ങനെ പടർന്നു കിടക്കുകയാണ്. കർണാടകയിലെ ഗ്രാമങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതുപോലുള്ള ആൽമരങ്ങളാണ്. അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട് പനങ്കുള പോലെ മുടി കിടക്കുമെന്ന്. എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ വേരുകൾ താഴത്തേക്ക് കിടക്കുന്നു. ഞാൻ എവിടെ പോയത്? ഉമ്മരുണ്ട്. ഇവിടുത്തെ കർഷകർ കാലികളെയും ചെമ്മരിയാടുകളെയുമാണ് കൂടുതൽ വളർത്തുന്നത്.
ആലുകട്ടയോ? ഇത് മാല പോലെ ആക്കും, മാല പോലെ ഇങ്ങനെ ആക്കി. ഇതാ, ഇത് എന്തിനു ഉപയോഗിക്കണം? ഇത് ഫെസ്റ്റിവലിനാണോ ഇല്ലേ ചുമ്മാ? എന്നെ ഇതിന്റെ പേരെന്നാ? ആലുകട്ടയോ? കുറ്റുമല്ലി അല്ലേ? ഗിരി, ഇത് എന്ത് പൂവാ ഇത്? നമ്മുടെ നാട്ടിൽ ഈ സാധനം കണ്ടിട്ടില്ലേ? ഞാൻ മുല്ലയാന്നോർത്താ വണ്ടി നിർത്തിച്ച് ഇറങ്ങിയില്ലേ. ഇത് എന്ത് പൂവാ? ഇത് കാണാൻ നല്ല പറയുന്ന പേരെന്ന് വെച്ചാൽ ആലുഗഡ എന്നാ പറയുന്നത്. ഈ പൂവിന് കേരളത്തിലൊന്നും അങ്ങനെ ഇത് അധികം ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. പക്ഷെ ബാംഗ്ലൂരിൽ മെയിനായിട്ട് എല്ലാ വലിയ വലിയ മാലകളും കെട്ടാറിൽ ഉപയോഗിക്കുന്ന സംഭവമാണ് ആലുഗഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബാംഗ്ലൂരിലുള്ള സാമ്പത്തികമായി ഉയർന്നവരുടെയും സാമ്പത്തികമായി കുറച്ച് താഴ്ന്നു നിൽക്കുന്നവരുടെയും ഒക്കെ ഭവനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവിടെയെല്ലാം കാണുന്ന കാഴ്ച എല്ലാ വീട്ടിലും തന്നെ ഓരോ പശുവുണ്ട്. ಇದೇನಿದು ಬೆಳ್ಳುಳ್ಳಿನ ಇದು? ಬೆಳ್ಳುಳ್ಳಿನಲ್ಲ ಇದು? ഇത് എന്നാന്ന് പറഞ്ഞേ? ಬೆಳ್ಳುಳ್ಳಿನೇ. ತಮಿಳ್ನಾಡು ಅಂದರೆ ಚಿನ್ನದ ಬರುತ್ತಲ್ಲ ಉಳ್ಳಿ ಇನ್ನೊಂದು ದೊಡ್ಡದು ಬರುತ್ತೆ ಚಿಕ್ಕದು ಬರುತ್ತಲ್ಲ ಆ ಥರ ಉಳ್ಳಿ. ಓಕೆ ಓಕೆ. ವಾರಕ್ಕೊಂದ್ಸರಿ ತಗೊಂಡೋಗೋದು. ಭಾನುವಾರ ಇವತ್ತು ತಗೊಂಡೋಗೋದು. ಭಾನುವಾರ ಬಂದು ಇವತ್ತು ರೈಟ್ ಆಯ್ತು. ಡೈರೆಕ್ಟ್ ತಮಿಳ್ನಾಡಿಗ ರಾತ್ರಿ ಬರ್ತಾರ. ಹೌದಾ? ಓ, ಇಲ್ಲಿಂದ ತಮಿಳ್ನಾಡಿಗೆ ಹೋಗೋದು? ತಮಿಳ್ನಾಡಿಗೆ ಹೋಗೋದು. ಅದು ಚೀಲಕ್ಕೆ ಹಾಕೊಂಡು 45 kg ಹಿಡಿತಾವೆ. 45 kg ಅದು ಹಾಕೊಂಡು ಪಿಕಪ್ ಮಾಡಿ ತುಂಬ್ಕೊಂಡು ಹೋಗೋದು. ಅಂದರೆ ಇದು ಇಲ್ಲಿಂದ ಸೇಲ್ ಆಗಿಬಿಟ್ಟಿರುತ್ತೆ. ಆಲ್ರೆಡಿ ಸೇಲ್ ಆಗಿಬಿಟ್ಟಿರುತ್ತೆ. ಇಲ್ಲಿಂದ ಪ್ಯಾಕ್ ಮಾಡಿಬಿಟ್ಟು ತಗೊಂಡು ಹೋಗೋದು. ಆಲ್ರೆಡಿ ಡೀಲ್ ಆಗಿರುತ್ತೆ ಅವ್ರಿಗೆ. ಇಲ್ಲಿ ಒಂದು 10, 15 ಗಾಡಿ 20 ಗಾಡಿ ಹೋಯ್ತವ. ಹೌದಾ? ಎಷ್ಟಿದೆ? ಗೋಪಾಲ್ಪುರ ಕುಣಗಳಿಂದ. ഇത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഓൾറെഡി ഡീലായതാണ്. ഇത് സാധനം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചില ഏരിയയിൽ വെള്ളുള്ളി എന്ന് പറയും, വെളുത്തുള്ളി എന്ന് പറയും, ചെറിയ ഏരിയയിൽ ചെറിയുള്ളി എന്ന് പറയും. ഇതാണ് സാധനം. ഇത് ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചുവന്ന് വരുന്ന സാധനമാണ്. പക്ഷേ ഗിരീഷ, ഈ സാധനമാണ് നമ്മുടെ നാട്ടിൽ വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഏരിയയിലേക്ക് ഇതിന് ചെറിയുള്ളി എന്ന് പറയുക. ആക്ച്വലി ബിരിയാണിയിലേക്ക് അങ്ങനെയാണ്. ബാംഗ്ലൂരിൽ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി എത്രയോ ഏക്കർ കിടക്കുന്നുണ്ട് ഈ സ്ഥലം. ഇതൊക്കെ ഇത് നമ്മൾ ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് ഓൾറെഡി ഡീലായതാണ്. ലോഡ് കൊണ്ടുപോകുക. ആക്ച്വലി ഒരു വലിയ വണ്ടിയിലാണ് കൊണ്ടുപോകുക. ഓൾമോസ്റ്റ് എല്ലാ സൺഡേയും ഇവിടുന്ന് ഇവർ കയറ്റി ചെയ്യും. തമിഴ്നാട്ടിലേക്കാണ് ഈ സംഭവം പോകുന്നത്. ക്യാബേജാ? ക്യാബേജ്. ക്യാബേജ് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്നത്. ഈ കാണുന്നത് ഫുള്ള് മഞ്ഞൾ കൃഷിയാണ്. ഇതുണ്ട്, ഇവിടെ ഫുള്ള് മഞ്ഞൾ കൃഷിയാണ്. ഒരേ ഏരിയ തിരിച്ചാണ് ഇവർ കൃഷി ചെയ്യുന്നത്. പൂക്കൾക്ക് ഒരു ഏരിയ, മഞ്ഞൾ കൃഷി ചെയ്യാൻ ഒരു ഏരിയ, പച്ചക്കറിക്ക് ഒരു ഏരിയ, അങ്ങനെ ഓരോ ഏരിയ തിരിച്ചാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഹണി ഈസ് ടു 800 സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഓക്കെ.
ഇതവർ തേന് എടുത്തു വെക്കുന്ന ഷെഡുകളാണ്. നോക്കി നോക്കി ചുമ്മാ വെളിസ്ഥലത്ത് തുറസായ സ്ഥലത്ത് തേൻ കൃഷി ഉണ്ടോ, ചെറുതേൻ. എത്ര പെട്ടികളാണ് ഒരു 10-20 സെൻറ്റ് മാക്സിമം പോയി. ഈ 20 സെൻറ്റിൽ എത്ര പെട്ടികളാണ് വെച്ചേക്കണേന്ന് നോക്കി. ഇത് ചെറുതേനീച്ച കേട്ടോ, കാരണം ഇവിടെ ധാരാളം പൂക്കൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങോട്ടാണ് ഇത് മുഴുവൻ തേനെടുക്കാൻ വരുന്നത്. ഈ വാരത്തിൽ മഴ ജാസ്തി ഇല്ല, മുന്തിയ വാരത്തിൽ ഒരു മാസമായി മഴ പിടിച്ചിട്ട് പെട്ടിട്ട്. ഇപ്പൊ ഈ 3 ദിവസം കൊണ്ട് കുറഞ്ഞത്. 3 ദിവസമായി കുറഞ്ഞത്. ഓഹോ, ഒരു മാസം കഴിഞ്ഞു മഴ പിടിച്ചിട്ട്. ಒಂದು ತಿಂಜಾಕಣ 1 ವರ್ಷ ತಿಂಜಾಯ್ತು. ಅದೇ 1 ವರ್ಷ ತಿಂಜಾಯ್ತು ಮಳೆ ಹಿಡಿದು. നിങ്ങളെവിടെ? കേരള. എവിടെ? കേരള, ഇടുക്കി, തൊടുപുഴ. ഇടുക്കി. ഇത് എത്രയോ വാരം കൃഷി? കൃഷി ഒരു മാസം. ഒരു മാസം? ഓഹോ. കൃഷി ആവണ 3 മാസം വേണോ എടുക്കാൻ? ഒരു മാസം. ഒരു മാസം. വളമുറത്തേക്ക് 3 മാസമാവും. 3 മാസമാവും. പൂ വരുമ്പോഴത്തേക്ക്. ഓ ശരി. ആഴ്ചക്ക് പറിക്കണം. ഇപ്പോൾ ഒരാഴ്ചക്ക് ഒരു ട്രിപ്പ്. ഓക്കെ. മഴ ഇല്ല, മഴ ഉണ്ടായാൽ നമ്മൾ ഫുള്ളിലോട്ട് കയറാനാവില്ലല്ലേ, ചളിയാ. ഇത് മാർക്കറ്റ് എങ്ക? മാർക്കറ്റ് കൊച്ചിയാ. കൊച്ചിയാ? ആ കേരള. കേരളക്കാരതാ, കൊച്ചിക്കാരതാ. കൊച്ചി തമിഴ്നാട്ടിലെ ഫാക്ടറി. തമിഴ്നാട്ടിലെ ഫാക്ടറി. ഇത് പെയിന്റിന് പോകുന്നതാ. ABT ഫാക്ടറിയാ? പെയിന്റിന് പോകുന്നത് ഇത്. ഇത് ഓയിൽ എടുക്കുക? ഇല്ല പെയിന്റ്. ആ ഓക്കെ ഓക്കെ, പെയിന്റിനാ. ഇത് തന്നെ ചെണ്ടുമല്ലിപ്പൂവ്. ഇതില് ഓയിലും ആക്കും, പെയിന്റിങ്. ചെണ്ടുമല്ലി. ഗുണ്ടൽപേട്ടിലെ കാഴ്ചകൾ ഇനിയും തുടരും, ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.